നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ ആ ബെല്ലൈക്കണിൽ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഹലോ ഫ്രണ്ട്സ്, ട്രൂ മാർക്കറ്റിംഗ് സമയത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ പേര് അഭിജിത്ത്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് റെഡ്മിയുടെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഫോണിന്റെ വിശേഷമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. റെഡ്മിയുടെ ഭാഗത്തുമുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയ മൊബൈൽ ഫോണാണ് റെഡ്മി 11T 5G. ഫോണിന്റെ ഡിസ്പ്ലേയുടെ ഭാഗത്തുമാണെങ്കിൽ 6.6 ഇഞ്ച് ഫുൾ HD പ്ലസ് LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും കൂടി ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ ടച്ച് സാമ്പിൾ വന്നിരിക്കുന്നത് 240 നിറ്റ്സ് ആണ്. ഫോണിന്റെ ക്യാമറയുടെ ഭാഗമാണെങ്കിൽ പിറകിൽ 2 ക്യാമറ കൊടുത്തിരിക്കുന്നു. 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ, അതുപോലെ തന്നെ 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഫോണിന്റെ സെൽഫിയുടെ ഭാഗമാണെങ്കിൽ 16 മെഗാ പിക്സൽ ആണ് കൊടുത്തിരിക്കുന്നത്. അതും പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഫോണിന്റെ പെർഫോമൻസ് സൈഡിൽ നോക്കിയാൽ MediaTekന്റെ Dimensity 810 എന്ന 5G ചിപ്സെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 6nm നാനോമീറ്റർ ആണ് ഇത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രമേ ഇതിന്റെ ബാറ്ററി കൺസപ്ഷൻ ആവശ്യമുള്ളൂ. മാത്രമല്ല ഈ ഫോണിൽ ഹയർ എൻഡ് വേർഷനിൽ 8GB ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ 3GB വരെ നമുക്ക് അഡീഷണലായി റാമായി ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ഈ മൊബൈൽ പ്രവർത്തിക്കുന്നത് ആൻഡ്രോയിഡ് ലെവലിൽ അധിഷ്ഠിതമായിട്ടാണ്. അതുപോലെ ഫോണിന്റെ OS വന്നിരിക്കുന്നത് MIUI 12.5 ആണ്. ഫോണിന്റെ റാം ടൈപ്പ് വന്നിരിക്കുന്നത് LPDDR4X റാം ആണ്. അതുപോലെ തന്നെ സ്റ്റോറേജ് ടൈപ്പ് വന്നിരിക്കുന്നത് UFS 2.2 ആണ്. അതുപോലെ തന്നെ മറ്റ് ഫീച്ചേഴ്സായ വൈഫൈ കോളിംഗ്, ബ്ലൂടൂത്ത് വെർഷൻ 5.1, ഡുവൽ വോൾട്ട് 5G സപ്പോർട്ടും കൂടി ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ ബോഡി വന്നിരിക്കുന്നത് പ്ലാസ്റ്റിക് ടൈപ്പ് ആണ്. ഫോണിന്റെ വലതുവശം നോക്കിയാൽ പവർ ബട്ടണും വോളിയം റോക്കേഴ്സും കാണാം. പവർ ബട്ടൺ തന്നെയാണ് ഫോണിന്റെ ഫിംഗർ പ്രിന്റ് സംവിധാനം കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇടതുവശം നോക്കിയാൽ സിം ട്രേ കാണാം. ഇത് ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ്. അതുപോലെ തന്നെ മുകളിൽ നോക്കിയാൽ IR ബ്ലാസ്റ്ററും സ്പീക്കർ ഗ്രില്ലും കാണാം. ഇതിൽ വോയിസ് നോയിസ് ക്യാൻസലേഷൻ മൈക്ക് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഫോണിന്റെ താഴെ നോക്കിയാൽ 3.5mm ഓഡിയോ ജാക്കറ്റും Type-C ചാർജർ പോർട്ടും കാണാം. അതുപോലെ തന്നെ സ്പീക്കർ ഗ്രില്ലും കാണാവുന്നതാണ്. ഫോണിന്റെ ബാറ്ററിയുടെ ഭാഗമാണെങ്കിൽ 5000 mAh ലിഥിയം പോളിമർ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ചാർജിങ്ങിനായി 33 ഫാസ്റ്റ് ചാർജ് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ വെയിറ്റ് വന്നിരിക്കുന്നത് 195 gram ആണ്. ഈ മൊബൈൽ ഫോൺ 3 കളറിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ 3 വേരിയന്റിൽ ഈ ഫോൺ ലഭിക്കുന്നു. 6GB റാം, 64GB സ്റ്റോറേജ്, അതുപോലെ തന്നെ 6GB റാം, 128GB സ്റ്റോറേജ്, അതുപോലെ തന്നെ 8GB റാം, 128GB സ്റ്റോറേജ്. ഈ മൊബൈൽ നമുക്ക് ആമസോണിൽ നിന്ന് വാങ്ങുന്നതാണ്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതിൽ കയറി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്.